everyone, welcome to Adrenaline. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇതൊരു ക്വിക്ക് റിവിഷനാണ്. മീഡിയൻ നെർവ് ഇത് എസ്എ ടോപ്പിക്കായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ടോപ്പിക്. ബിഫോർ ദാറ്റ് ഇതിൻ്റെ നോട്ട്സ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഇഫ് യു വാണ്ട് ആക്സസ് ഇറ്റ് യു മേ പ്ലീസ് ആക്സസ് ദീസ് നോട്ട്സ്. സോ മീഡിയൻ നെർവ് runs in the median plane of the forearm. ഇതിൻ്റെ റൂട്ട് വാല്യൂ എന്ന് പറയുന്നത് C5 to C8 and T1. അത് ഈ ഫിഗർ നമുക്ക് കാണാം. C5, C6, C7, T1, C7, C8 and T1 സ്പൈനൽ സെഗ്മെൻറ്റ്സ് ആണ് മീഡിയൻ നെർവിന് അറൈസിങ്ങിന് കാരണം. സോ കോഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്? സോ ആക്സിലയിൽ വെച്ചിട്ടാണ് മീഡിയൻ നെർവ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് മീഡിയൻ നെർവ് ഫോം ചെയ്യുന്നത്? രണ്ട് റൂട്ടുണ്ട്, ലാറ്ററൽ റൂട്ടും മീഡിയൽ റൂട്ടും. ഈ രണ്ട് റൂട്ടും കൂടെ ഒരുമിച്ചിട്ടാണ് മീഡിയൻ നെർവ് ഉണ്ടാകുന്നത്. ഈ ലാറ്ററൽ റൂട്ടിന് സ്പൈനൽ സെഗ്മെൻറ്റ് C5, C6, C7. ഇനി മീഡിയൽ റൂട്ടിന് C8 ആൻഡ് T1. എങ്ങനെ ഇത് ഒരുമിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആക്സിലറി ആർട്ടറി ഉണ്ടല്ലോ. കൺസിഡർ ദിസ് ആസ് ആൻ ആക്സിലറി ആർട്ടറി. ഇതാണ് നമ്മുടെ മീഡിയൽ റൂട്ട് എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ലാറ്ററൽ റൂട്ടും. ഈ മീഡിയൽ റൂട്ട് മീഡിയലി ആണല്ലോ കിടക്കുന്നത്, ലാറ്ററൽ റൂട്ട് ലാറ്ററലി. മീഡിയൽ റൂട്ട് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ചാടി ലാറ്ററൽ റൂട്ടുമായി ഒരുമിക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ ഒരുമിച്ച് മീഡിയൻ നെർവായിട്ട് പോകും. അങ്ങനെയാണ് മീഡിയൻ നെർവ് ഉണ്ടാകുന്നത്. സോ ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ മീഡിയൻ നെർവ് ആക്സിലറി ആർട്ടറിയുടെ ലാറ്ററലി ആണ് കിടക്കുന്നത്. ലാറ്ററലിയാണ് കിടക്കുന്നത്. ഇനി മീഡിയൻ നെർവ് താഴേക്ക് വരുന്നു, ആമിലൂടെ താഴേക്ക് വരുന്നു. താഴേക്ക് വന്നിട്ട് ഇപ്പോൾ അത് കിടക്കുന്ന ഇവിടെ ബ്രാക്കിയൽ ആർട്ടറിയുടെ ലാറ്ററലിയാണ് ആൾ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഇത് താഴേക്ക് ആമിൻ്റെ താഴേക്ക് വരുന്നു, ബ്രാക്കിയൽ ആർട്ടറിയുടെ ലാറ്ററലി കിടക്കുന്നു. മിഡിൽ ഓഫ് ദി ആമിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് പതുക്കെ ഈ ബ്രാക്കിയൽ ആർട്ടറിയുടെ ഫ്രണ്ടിൽ കയറും. ബ്രാക്കിയൽ ആർട്ടറിയുടെ ഫ്രണ്ടിൽ കയറിയിട്ട് ഇത് എൽബോ ജോയിൻറ്റിൻ്റെയും പാസസ് in front of the elbow joint into the cubital fossa. അപ്പം ആക്സിലെ വെച്ചിട്ട് ലാറ്ററൽ റൂട്ടും മീഡിയൽ റൂട്ട് ലാറ്ററലി സൈഡിലേക്ക് വന്നിട്ട് ആണ് ഇവർ ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഇത് താഴേക്ക് വരുന്നു. മിഡിൽ ഓഫ് ആം എത്തുമ്പോഴത്തേക്കും ഇത് ബ്രാക്കിയൽ ആർട്ടറിയുടെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ആൻറ്റീരിയർലി എൽബോ ജോയിൻറ്റിൻ്റെ ആൻറ്റീരിയർലി വരുന്നു. എന്നിട്ട് ക്യൂബിറ്റൽ ഫോസയിൽ കയറുന്നു. ക്യൂബിറ്റൽ ഫോസ കയറി. എന്നിട്ട് ക്യൂബിറ്റൽ ഫോസയെ വെച്ചിട്ട് ഇറ്റ് റൺസ് മീഡിയൽ ഇൻ ദി ക്യൂബിറ്റൽ ഫോസ. അപ്പം ക്യൂബിറ്റൽ ഫോസയെ വെച്ചത് മീഡിയലിയാണ് ഇത് റൺ ചെയ്യുന്നത്. എന്നിട്ടത് കുറച്ച് ബ്രാഞ്ചൊക്കെ കൊടുക്കും. 3 ബ്രാഞ്ചാണ് മെയിൻലി കൊടുക്കുന്നത്. എന്നിട്ടത് എന്ത് ചെയ്യും? പ്രൊണേറ്റർ ടെറിസ് എന്ന് പറയുന്ന മസിലിൻ്റെ ഇടയ്ക്കൂടെ, ആ 2 ഹെഡ്സിൻ്റെ പ്രൊണേറ്റർ ടെറിസിന് 2 ഹെഡ്സ് ഉണ്ട്, ആ 2 ഹെഡ്സിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങിപ്പോകും. എന്നിട്ടിത് ഫോറാമിൽ വരും. ഫോറാമിൽ വന്നിട്ട് ഇറ്റ് ലൈസ് ഇൻ ദി സെൻറ്റർ ഓഫ് ഫോറാം, ലൈസ് ഓൺ ദി ഫ്ലക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. അപ്പോൾ ഇത് ക്യൂബിറ്റൽ ഫോസയിൽ വെച്ചിട്ട് മീഡിയലി റൺ ചെയ്യുന്നെന്ന് പറഞ്ഞു. റൺസ് മീഡിയലി. എന്നിട്ട് 3 ബ്രാഞ്ച് കൊടുക്കും എന്ന് പറഞ്ഞു. എന്നിട്ടിത് പ്രൊണേറ്റർ ടെറസിൻ്റെ 2 ഹെഡ്സിൻ്റെ ഇടയിലൂടെ പോകുമെന്നും പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് എൻറ്റേഴ്സ് ദി ഫോറാം. ക്യൂബിറ്റൽ ഫോസ എന്നിറങ്ങിയത് ഫോറാമിലെത്തുന്നു. ഫോറാമിൽ വെച്ചിട്ട് ലൈസ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി ഫോറാം. ഫോറാമിൻ്റെ സെൻറ്ററിൽ
ഇരിക്കുന്നു. എന്നിട്ട് ഇത് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ് ലൈസ് ഓൺ ദി ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. എന്നിട്ട് ഇത് വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുന്നു. എന്നിട്ട് പതുക്കെ ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൻ്റെ അകത്തേക്ക് കയറുന്നു. ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൻ്റെ ഡീപ്പായിട്ടാണ്, ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൻ്റെ ഡീപ്പായിട്ട് പോകും, ഡീപ്പ് ടു ദി ഫ്ലെക്സർ റെറ്റിനാക്കുലം. എന്നിട്ടിത് പാമിച്ചെല്ലുന്നു. പാമിച്ചെന്നിട്ട് ഇവിടെ തീനാർ മസിൽസിന് സപ്ലൈ ചെയ്യുന്നു. ക്യൂട്ടേനിയസ് സപ്ലൈ ടു ദി ലാറ്ററൽ 3.5 ഇത്രയും ഭാഗത്തിന് ഇൻക്ലൂഡിങ് ദർ നെയിൽ ബഡ്സ്, ഇത്രയും ഭാഗത്തിന് സപ്ലൈ ചെയ്യുന്നു. സോ ട്രേസിങ് ബാക്ക് ടു ദി കോഴ്സ്, ആക്സിലെ വെച്ചിട്ട് ലാറ്ററൽ ആൻഡ് മീഡിയൽ റൂട്ട്സ് ജോയിൻ ചെയ്യുന്നു. അതായത് മീഡിയൽ റൂട്ട് ആക്സിലറി ആർട്ടറിയുടെ ഇൻ ഫ്രണ്ട് പോയിട്ട് ലാറ്ററൽ സൈഡിലേക്ക് വന്ന് ലാറ്ററൽ റൂട്ടുമായിട്ട് ജോയിൻ ചെയ്ത് മീഡിയൻ നെർവ് ഉണ്ടാവുന്നു. എന്നിട്ട് മീഡിയൻ നെർവ് ആമിക്കൂടെ താഴേക്ക് വരുന്നു. ആമിക്കൂടെ താഴേക്ക് വന്നിട്ട് മിഡിൽ ഓഫ് ദി ആം ആകുമ്പോഴത്തേക്കും ഇത് ബ്രേക്കിയൽ ആർട്ടറിയുടെ ഫ്രണ്ടിൽ കൂടെ കയറി എൽബോ ജോയിൻറ്റിന് ഫ്രണ്ട് പോയിട്ട് ക്യൂബിറ്റൽ ഫോസയിലേക്ക് വരുന്നു. ക്യൂബിറ്റൽ ഫോസയിൽ ഇത് മീഡിയലി ലൈ ചെയ്യുന്നു. 3 ബ്രാഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇത് വീണ്ടും ഫോറാമിലേക്ക് കയറുന്നു. ഫോറാമിൽ ഇത് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസിൻ്റെ അടിയിലായിട്ടായിരിക്കും കിടക്കുന്നത്. എന്നിട്ട് ഇത് വീണ്ടും വരുന്നു, ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിന് ഡീപ്പായിട്ട് പോകുന്നു. തീനാർ മസിൽസിന് സപ്ലൈ ചെയ്യുന്നു. പിന്നെ ക്യൂട്ടേനിയസ് സപ്ലൈ ടു ദി 3.5 ഡിജിറ്റ്സ് ഇൻക്ലൂഡിങ് ദെയർ നെയിൽ ബഡ്സ്. ഓക്കെ, കോഴ്സ് കഴിഞ്ഞു. കമ്മിങ് ടു ദെയർ ബ്രാഞ്ചസ്. ആക്സിലയിൽ വെച്ചിട്ട് ഇവർക്ക് ബ്രാഞ്ചൊന്നുമില്ല. ആമിൽ വെച്ചിട്ട് ഒരു ബ്രാഞ്ചുണ്ട്, ഇത് ബ്രേക്കിയൽ ആർട്ടറിക്കാണ് ഒരു സപ്ലൈ ഉള്ളത്. ഇനി ഇത് വീണ്ടും താഴേക്ക് വന്നു, എൽബോ ജോയിൻറ്റും കഴിഞ്ഞു. ഇനി ആദ്യത്തെ ബ്രാഞ്ച് പ്രൊണേറ്റർ ടെറസിനാണ്. പ്രൊണേറ്റർ ടെറസിന് 2 ഹെഡിന് ഇടയ്ക്കൂടെയാണ് ഇത് പുറത്തു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോണ വഴിക്ക് പ്രൊണേറ്റർ ടെറസിനും ഒരു ബ്രാഞ്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു 3 ബ്രാഞ്ച് എവിടെ വെച്ച്, ക്യൂബിറ്റൽ ഫോസ വെച്ചിട്ട് 3 ബ്രാഞ്ച് ഇവർ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ 3 ബ്രാഞ്ചാണ് ഫ്ലെക്സർ കാർപ്പൈ റേഡിയാലിസ്, പാമാരിസ് ലോംഗസ്, ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ്. FPF ഫ്ലെക്സർ കാർപ്പൈ റേഡിയാലിസ് തള്ളവിരലിലേക്കുള്ളത്, പാമാരിസ് ലോംഗസ്, ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ്. 2 ഫ്ലെക്സറും ഒരു പാമാരിസ് ലോംഗസും. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് വരുന്നു. പിന്നെ അതിനൊരു ആൻറ്റീരിയർ ഇൻറ്ററോഷ്യസ് നെർവ് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ഉണ്ട്. ഈ ആൻറ്റീരിയർ ഇൻറ്ററോഷ്യസ് നെർവാണ് ഫ്ലെക്സർ പൊളിസിസ് ലോംഗസിനും ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസിനും പ്രൊണേറ്റർ ക്വാഡ്രാറ്റസിനും കൊടുക്കുന്നത്. പിന്നെ അടുത്ത മെയിൻ ബ്രാഞ്ച് വീണ്ടും വന്നിട്ട് ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിന് താഴെ കയറുന്നതിന് മുമ്പ് പാമാർ ക്യൂട്ടേനിയസ് ബ്രാഞ്ച് കൊടുക്കുന്നു. പിന്നെ അത് ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് തീനാർ മസിൽസിന് സപ്ലൈ. തീനാർ മസിൽ എന്ന് പറയുമ്പോഴത്തേക്കും തള്ളവിരലിൻ്റെ മെയിൻ സാധനങ്ങളെല്ലാം അബ്ഡക്ടർ, ഫ്ലെക്സർ, ഒപ്പോണൻസ്, 3 പേരും. അബ്ഡക്ടർ പൊളിസിസ് ബ്രെവിസ്, ഫ്ലെക്സർ പൊളിസിസ് ബ്രെവിസ്, ഒപ്പോണൻസ് പൊളിസിസ് ബ്രെവിസ്. അപ്പോൾ തീനാർ മസിൽസിന് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് 2 ലംബ്രിക്കൽസിന് കൊടുക്കും. പാമാർ ഡിജിറ്റൽ ബ്രാഞ്ചസ് ദാറ്റ് സപ്ലൈസ് ടു ദി ലാറ്ററൽ 3.5 ഡിജിറ്റ്സ്. സോ ആക്സിലെ വെച്ച് ബ്രാഞ്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ആമിൽ വെച്ച് ബ്രാക്കിയൽ ആർട്ടറിക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് പ്രൊണേറ്റർ ടെറസിൻ്റെ ഹെഡിന് ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് പ്രൊണേറ്റർ ടെറസിന് ഒരു ബ്രാഞ്ച് കൊടുത്തേക്കുന്നു. ക്യൂബിറ്റൽ ഫോസയിൽ വെച്ചിട്ട് നമുക്ക് 3 പേർക്ക് സപ്ലൈ ഉണ്ട്, ഫ്ലെക്സറും പാമാരിസും ഫ്ലെക്സർ ഡിജിറ്റോറും സൂപ്പർഫിഷ്യാലിസ്. 2 ഫ്ലെക്സറും പിന്നെ ഒരു പാമാരിസ് ലോംഗസും. ഫ്ലെക്സർ കാർപ്പൈ റേഡിയാലിസ്, പാമാരിസ് ലോംഗസ്, ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻറ്റീരിയർ ഇൻറ്ററോഷ്യസ് നെർവ് എന്ന് പറയുന്നൊരു നെർവുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫ്ലെക്സർ പൊളിസിസ് ലോംഗസ്, ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ് ആൻഡ് പ്രൊണേറ്റർ ക്വാഡ്രാറ്റസ്. വീണ്ടും മെയിൻ ബ്രാഞ്ച് താഴേക്ക് വരുന്നു. ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൽ കയറുന്നതിന് മുൻപ് പാമാർ ക്യൂട്ടേനിയസ് ബ്രാഞ്ച് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് കൊടുക്കുന്നു. ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൻ്റെ അടിയിൽ കൂടെ കയറുന്നു. തീനാർ മസിൽസിന് സപ്ലൈ കൊടുക്കുന്നു. ഫസ്റ്റ് 2 ലംബ്രിക്കൽസിന് സപ്ലൈ കൊടുക്കുന്നു. പിന്നെ പാമാർ ക്യൂട്ടേനിയസ് ബ്രാഞ്ച് ടു ദി ലാറ്ററൽ 3.5 ഡിജിറ്റ്സ്. സോ മൂവിങ് ടു ദി ക്ലിനിക്കൽ significance.
ഓക്കെ, ഇതിന് എൽബോയിൽ വെച്ച് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ വീക്ക് ഫ്ലെക്ഷൻ ഓഫ് റിസ്റ്റ്, കാരണം ഫ്ലെക്സേഴ്സിനെല്ലാം സപ്ലൈ കൊടുക്കുന്നത് മീഡിയൻ നെർവാണ്. അപ്പം എൽബോയിൽ വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുത്ത് തുടങ്ങുന്നത്. അവിടെ വെച്ച് തന്നെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ വീക്ക് ഫ്ലെക്ഷൻ ഓഫ് റിസ്റ്റ് ആയിരിക്കും. ലോസ് ഓഫ് പ്രൊണേഷൻ ഓഫ് ഫോറാം, പ്രൊണേറ്റർ ടെറിസിന് സപ്ലൈ മീഡിയൻ നെർവാണ്, പ്രൊണേറ്റർ ക്വാഡ്രാറ്റസിനും സപ്ലൈ മീഡിയൻ നെർവാണ്. അപ്പോൾ അതിന് രണ്ടിനും സപ്ലൈ ചെയ്യുന്നത് റിസ്റ്റിൽ കൂടെ പാസ് ചെയ്ത് എൽബോയിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പേ തന്നെ അതിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് മസിൽസും നെർവ് സപ്ലൈ ഇല്ലല്ലോ, അപ്പോൾ അത് പ്രൊണേഷൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ലോസ് ഓഫ് ഫ്ലെക്ഷൻ ഓഫ് പ്രോക്സിമൽ ഇൻ്റർഫലാഞ്ചിയൽ ആൻഡ് ഡിസ്റ്റൽ ഇൻ്റർഫലാഞ്ചിയൽ ജോയിൻറ്റ്സ് ഓഫ് ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗേഴ്സ്, ലോസ് ഓഫ് ഫ്ലെക്ഷൻ അറ്റ് ദി ഇൻ്റർഫലാഞ്ചിയൽ ജോയിൻറ്റ് ഓഫ് തമ്പ്, partial clawing of second and third digits, loss of thenar eminence, sensory and trophic vasomotor changes. ഇതെല്ലാം റീസൺ എന്താണെന്ന് വെച്ചാൽ എൽബോ തുടങ്ങുന്നതിന് ശേഷം, എൽബോ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ നെർവ് സപ്ലൈ എല്ലാം തുടങ്ങുന്നത്. എൽബോ ജോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാ മസിൽസിനും സപ്ലൈ തുടങ്ങുന്നത്. അപ്പോൾ പ്രൊണേഷൻ ഇല്ലാത്തതിന് കാരണം പ്രൊണേറ്റർ ടെറിസിനും പ്രൊണേറ്റർ ക്വാഡ്രാറ്റസിനും ഇവിടെ വെച്ച് ഇഞ്ചുറി പറ്റിയാൽ പിന്നെ സപ്ലൈ ഇല്ല. പിന്നെ ഫിംഗേഴ്സ് മടക്കാനും പിന്നെ ഫ്ലെക്ഷന് ബുദ്ധിമുട്ട് കാരണം ഫ്ലെക്സർ കാർപ്പൈ റേഡിയാലിസും ഫ്ലെക്സർ ഡിജിറ്റോറും പ്രൊഫണ്ടസും ഫ്ലെക്സർ ഡിജിറ്റോറും സൂപ്പർഫിഷ്യാലിസിനും ഒക്കെ നേരത്തെ തന്നെ നെർവ് സപ്ലൈ പോയി. അതായത് എൽബോ ജോയിൻറ്റിൽ തന്നെ നെർവിന് ഇഞ്ചുറി പറ്റുമ്പോഴത്തേക്ക് അതിന് ശേഷമുള്ള നെർവ് സപ്ലൈ പോയി. അതുകൊണ്ടാണ് ഇതൊന്നും വർക്കാവാത്തത്. പിന്നെ ഫ്ലെക്സർ പൊളിസിസ് ലോങ്ങസ് പോയി, തീനർ മസിൽസിലേക്കുള്ള സപ്ലൈ പോയതിൻ്റെ അവിടെ വേസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ പാമാർ ആൻഡ് ഡിജിറ്റൽ ബ്രാഞ്ചസ് ടു ദി ലാറ്ററൽ 3.5 digits. അപ്പം ഇവിടെ വെച്ച് തന്നെ കട്ടായി പോയതുകൊണ്ട് ഇവിടെയും ഇത്രയും ഭാഗത്ത് ഇവിടെ വെച്ചേ കട്ടായി പോയി. അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ സപ്ലൈ കിട്ടൂലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും ഭാഗത്തേക്ക് സെൻസറി ആൻഡ് ട്രോഫിക് വാസോമോട്ടോർ ചേഞ്ചസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്താണെന്ന് ചോദിച്ചാൽ, കാർപ്പൽ ടണൽ സിൻഡ്രോം റിസ്റ്റിൽ വെച്ച് ഇഞ്ചുറി പറ്റുന്നതാണ്. റിസ്റ്റിൽ വെച്ച് മീഡിയൻ നെർവിന് ഇഞ്ചുറി പറ്റുമ്പോഴാണ് നമ്മളതിനെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിൽ കാണുന്നതാണ് ലോസ് ഓഫ് തീനാർ എമിനൻസ്, പാരാലിസിസ് ഓഫ് അബ്ഡക്ടർ പൊളിസിസ് ബ്രെവിസ്, ഒപ്പോണൻസ് പൊളിസിസ് ബ്രെവിസ്, തീനാർ മസിൽസിൻ്റെയൊക്കെ പാരാലിസിസ്. അവരുടെ പാരാലിസിസ് കാരണം അവിടെ വേസ്റ്റിംഗ് ഉണ്ടാവും, ലോസ് ഓഫ് തീനാർ എമിനൻസ്. പിന്നെ 3.5 ലാറ്ററൽ 3.5 ഡിജിറ്റ്സിൻ്റെ നെയിൽ ബഡ്സിന് സെൻസേഷനും ഉണ്ടാവില്ല. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദി മീഡിയൻ നെർവ്.